മടുത്തു. എനിക്ക് ഡ്രില്ല് വേണ്ട. ഇനി അങ്ങോട്ട് കോമ്പാക്ട് അസൈൻമെന്റ്സ് മതി. പിന്നെ ആ ഫ്രീസ ഞാൻ വിചാരിക്കുന്ന സമയം വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ അവനനുസരിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ? അതെനിക്കറിയാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് ക്ഷമിക്കൂ ഫ്രീസർ സർ, ഒരു പ്രത്യേക വാർത്തയുണ്ട്. ഇന്നലെ രാത്രി പ്ലാനറ്റ് കനാസ ഒക്യുപ്പൈഡായി സർ. ആണോ? അതെ സർ, കനാസ തകർന്നു. ആ ഗ്രഹം ഇപ്പോൾ നിങ്ങളുടെ കൺട്രോളിലാണ്. കനാസ അത് നമുക്ക് കിട്ടിയോ? നമ്മൾ പോരാടേണ്ടി വരുമെന്നാ ഞാൻ കരുതിയത്. സയൻസ് ആ ജോലി ചെയ്തിരിക്കുകയാണ്. സയൻസോ? കൊള്ളാം. ലീഡ് ടീം ശക്തരായിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി അതിലുള്ള എല്ലാവരും ലോ ലെവൽ സോൾജേഴ്സ് ആണ്. ലോ ലെവൽ സോൾജിയേഴ്സിന് കനാസ എടുക്കാൻ പറ്റില്ല. അവർ നമ്മുടെ ലീഡിനേക്കാൾ മികച്ചവരായി കൊണ്ടിരിക്കുന്നു. അതെ ഡൊഡോറിയ, അതിലൊരു സംശയവുമില്ല. അവരൊരുപാട് ശക്തരായി കഴിഞ്ഞു. അതിൽ അത്ഭുതമില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരെ തകർക്കുന്നത് അത്ര എളുപ്പമല്ല. നിനക്കെന്താ അവരെ പേടിയാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവരുടെ മേലൊരു കണ്ണ് വേണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ബാർഡോ കനാസയെ എന്ത് ചെയ്തോ അതുപോലെ. ഒരുപക്ഷെ അവരുടെ കൂടെ ആ ടീമും യങ് വെജിറ്റയും ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കും? ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയൂ ഡൊഡോറിയ. വിഡ്ഢികളാണത് ആലോചിച്ച് നോക്കിയിരിക്കുന്നത്. വളരെ ശരിയാണ് സർ. പ്രിൻസ് വെജിറ്റ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അവിടെ നിൽക്ക് ചെറുക്ക. ലോർഡ് ഫ്രീസയ്ക്ക് നിന്നെ കാണണമെങ്കിൽ നിന്നെ അകത്തേക്ക് വിളിക്കും. നോക്ക്, എനിക്ക് മടുത്തു. എനിക്ക് വേഗം ഒരു അസൈൻമെന്റ് നിങ്ങൾ തന്നേ പറ്റൂ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് വിചാരിക്കുന്നു പ്രിൻസ്. അവനൊരു അസൈൻമെന്റ് കൊടുക്കൂ സാർമാൻ, അതും ഉടൻ തന്നെ. ലോർഡ് ഫ്രീസ, അവന് ഒരു തരത്തിലുമുള്ള പേടിയില്ല സാർമാൻ. അവനറിയാം അവനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന്. ഏറ്റവും വലിയ അസൈൻമെന്റ് തന്നെ അവന് കൊടുക്ക്. ഹേ വെജിറ്റ, നീ ജീവനോട് തന്നെ തിരിച്ചു വരണം.